ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളാണേ. അപ്പം നമുക്ക് 2-3 കപ്പ എടുക്കണം. കപ്പ നല്ല വിളഞ്ഞില്ല. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ വേവിക്കാനെടുത്തതും ഇന്ന് പുഴുങ്ങാനെടുത്തതും എല്ലാം. അപ്പോൾ ഇനി ഒരു മൂടും കൂടെ എടുക്കാം. വീട്ടിൽ കൊണ്ടുപോകാൻ, ചേട്ടൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. പൊട്ടിയോ, ഇളക്കിയോ? 2 ഒടിഞ്ഞു പോയി. ഒരു മൂടെടുത്തപ്പോൾ നമുക്ക് ഇത്രയും കപ്പയെ കിട്ടിയുള്ളൂ. വളമൊന്നും ഇട്ടൊന്നുമില്ല, ചുമ്മാ ഞങ്ങൾ കമ്പ് കുത്തി വെച്ചതേ ഉള്ളൂ. പക്ഷെ ഇത്രയും ഉണ്ടായി. ചിലതൊക്കെ എലി അങ്ങ് കൊണ്ടുപോകും. ഒരു മൂടും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഒടിഞ്ഞു. അപ്പം ഇത്രയും കിട്ടി. ഒരു മുട്ടിനും കൂടെ 2 മുട്ടി നമുക്ക് ഇത്രയും കപ്പ കിട്ടി. നമുക്കിനി 2 മൂട് കപ്പയും കൂടെ നടാം. അങ്ങനെ നമ്മൾ ഒരു 8 മൂട് കപ്പയും കൂടെ നട്ടു കൂട്ടുകാരെ. ഇനി അപ്പുറത്തൂടെ ഉണ്ട്, ഞങ്ങളങ്ങ് പോകാം. ഇത്തിരി സമയമായി. ഞങ്ങൾക്ക് ചെന്നിട്ട് ഉച്ച കഴിഞ്ഞു ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ അവിടെ ഉത്സവത്തിന് പോകണം. അപ്പം അതുകൊണ്ട് പണി നിർത്തി. കൂട്ടുകാരെ, അത്തയ്ക്ക വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണേ. കഴിഞ്ഞ ദിവസം ചേട്ടൻ പറിച്ച് വെച്ചിരുന്നു. അങ്ങനെ ഇന്നലെ അത് പഴുത്തപ്പം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു ഇവിടെ കൂടെ തിന്നാന്ന് വെച്ചുകൊണ്ട്. പോടി ഇങ്ങോട്ട് നോക്കിയോടി ഇച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമാണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ മൂത്ത മോനും ഭാര്യയും കുഞ്ഞും ഉച്ച കഴിഞ്ഞ് വന്നായിരുന്നു. 3 മണിയൊക്കെ ആയപ്പോൾ അവർ വന്നായിരുന്നു. പിന്നെ അവർ ഒരു 6:30-7 മണി ആയപ്പോഴാണ് പോയത്. അന്നേരം പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയത്. അങ്ങനെ കോന്നിയിലാണേ പോയത്. കോന്നിയിൽ ഒരു അയ്യപ്പനമ്പലമുണ്ട്, അവിടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ലാസ്റ്റ് ഉത്സവമായിരുന്നു. അപ്പോൾ അതും കണ്ടു. ഞാൻ നേരത്തെ ഒന്നും അവിടെ ഉത്സവത്തിനൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ പോയിട്ട് വരാം. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത്. ഞാനും മോളും ചേട്ടനെ പോയല്ലോ. അവർ വന്നില്ല, അവരങ്ങ് വീട്ടിലോട്ട് പോയി. അവരുടെ ബന്ധക്കാരൊക്കെ വീട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊച്ചിന് പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് അവരും വന്നില്ല. അങ്ങനെ ഉത്സവത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങളൊരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു പോരുന്നു. കാരണം ചേട്ടന് ജോലിക്ക് പോകണം, പിന്നെ മോൾക്ക് മോർണിംഗ് ആണ്. അപ്പോൾ മോൾക്കും ജോലിക്ക് പോകണം. അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങ് പോരുന്നു. ജോലി ഇല്ലാത്തത് എനിക്ക് മാത്രമല്ലോ ഉള്ളൂ. നമ്മുടെ ജോലി പിന്നെ കാണാനും മാത്രം ഇല്ലല്ലോ. ഇവിടുത്തെ വീട്ടിലെ കുറേ ജോലികളുണ്ട്, അതൊക്കെ ചെയ്യണം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒന്ന് കയറി വീഡിയോസൊക്കെ ഒന്ന് കാണണം. എല്ലാ കൂട്ടുകാർക്കും കമൻറ്റ് ഇടണം. കൂട്ടുകാർ കമൻറ്റ് ഇടുന്ന വീഡിയോയ്ക്കൊക്കെ എനിക്ക് തിരിച്ച് റീപ്ലൈ അയക്കണം. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകണം. അവിടെ ചെന്ന് അവിടെ 2-3 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ആഹാരങ്ങൾ വെന്ത് വിളമ്പി കൊടുക്കണം. അവിടുത്തെ വീടെല്ലാം വൃത്തിയാക്കണം. അപ്പം നമുക്ക് ജോലിയില്ലല്ലോ. അങ്ങനെ രാവിലെ അവരെല്ലാം പോയി. ഞാൻ ഇവിടെ ഇനി അങ്ങോട്ട് പോകാനുള്ള ഒരു ആരംഭത്തിലാണ്. അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടോ കൂട്ടുകാരെ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ, നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഈ സൗണ്ടൊന്നും എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ, അത് വെച്ചിട്ട് ഞാൻ സൗണ്ടൊന്നും ഇടാത്ത കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ആനയൊക്കെ ഉണ്ടായിരുന്നു. 4 ഫ്ലോട്ട് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നു. അപ്പം മോളെ എനിക്ക് ഇന്നലെ വാങ്ങിച്ചു തന്നാണ് ഈ ഒരു ക്ലിപ്പും പിന്നെ കയ്യിലിടുന്ന മുത്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അപ്പം അതും എനിക്ക് വാങ്ങിച്ചു തന്നത്. പിന്നെ മോൾക്ക് 3 ജോഡി കമ്മലെടുത്തു, ചെറിയ കമ്മൽ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും കമൻറ്റ് അയക്കണം. ബായ് കൂട്ടുകാരേ.